2011 ഏകദിന ലോകകപ്പ് വിജയത്തിന്റെ ഓർമ്മകളൊന്നും ഒരൊറ്റ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരും മറക്കാനിടയില്ല. വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശഭരിതമായ ഫൈനൽ പോരാട്ടത്തിൽ ശ്രീലങ്കയെ 6 വിക്കറ്റിന് തകർത്താണ് മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം കിരീടം ചൂടിയത്. ധോണി 6 നേടിയ ആ വിജയ റൺ കുടിച്ച ആ നിമിഷം ഇന്നും ആരാധകരുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. എന്നാൽ ലങ്ക ഉയർത്തിയ 275 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ കളിയുടെ തുടക്കത്തിൽ വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഇന്ത്യൻ ഓപ്പണർമാരായ വീരേന്ദ്ര സെവാഗും സച്ചിൻ ടെണ്ടുൽക്കറും തുടക്കത്തിൽ തന്നെ മടങ്ങിയതാണ് ഇന്ത്യൻ ക്യാമ്പിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയത്. ആ ചരിത്ര വിജയത്തിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ലങ്കൻ ഇന്നിങ്സ് പുരോഗമിക്കുന്നതിനിടെ താനും സച്ചിൻ ടെണ്ടുൽക്കറും വിക്കറ്റിൻ്റെ അവസ്ഥ കണ്ട് ബാറ്റിങ്ങിനായി ആവേശത്തോടെ ഇറങ്ങിയ കഥ പങ്കുവച്ചിരിക്കുകയാണ് വീരേന്ദ്ര സെവാഗ്. ഒരു ചർച്ചയ്ക്കിടയിലാണ് സെവാഗ് അന്നും മൈതാനത്ത് വെച്ച് സച്ചിനുമായി നടത്തിയ ആ ആശയവിനിമയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. സെവാഗ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. ശ്രീലങ്ക ബാറ്റ് ചെയ്യുന്ന സമയം സച്ചിൻ ടെണ്ടുൽക്കർ മിഡ് വിക്കറ്റിലും ഞാൻ ഡീപ്പ് സ്ക്വയർ ലെഗിലുമാണ് ഫീൽഡ് ചെയ്യുന്നത്. സൂര്യൻ അസ്തമിക്കുന്നതിനൊപ്പം വിക്കറ്റിൽ നല്ല തിളക്കം ഞങ്ങൾ ശ്രദ്ധിച്ചു. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പിന്നീട് പരസ്പരം നോക്കി ഒരു ആംഗ്യം കാണിച്ചു. ഈ വിക്കറ്റിൽ ബാറ്റ് ചെയ്യുക എന്നത് വളരെ രസകരമായിരിക്കുമെന്ന്. പക്ഷേ മത്സരം കഴിഞ്ഞപ്പോൾ എന്തായി? ഞങ്ങളിൽ രണ്ടുപേർക്കും കാര്യമായ സ്കോറൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. മത്സരത്തിൻ്റെ ആദ്യ ഓവറിൽ തന്നെ ലസിത് മലിംഗയുടെ പന്തിൽ റണ്ണൊന്നും എടുക്കാതെയാണ് സെവാഗ് പുറത്തായത്. തൊട്ടു പിന്നാലെ 7-ാം ഓവറിൽ സച്ചിൻ ടെണ്ടുൽക്കറെയും മലിംഗ തന്നെ മടക്കി. പിച്ച് എത്ര മികച്ചതാണെങ്കിലും ഫോമിലല്ലാത്ത സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ റൺസ് കണ്ടെത്തുക എന്നത് അസാധ്യമായ കാര്യമാണെന്ന് സെവാഗ് വ്യക്തമാക്കി. അതുകൊണ്ട് പുറത്തു കടുത്ത ചൂടാണോ, വിക്കറ്റ് ബാറ്റിങ്ങിന് അനുകൂലമായ ഫ്ലാറ്റ് പിച്ചാണോ, ടോസ് ജയിച്ച് ബാറ്റിംഗ് തിരഞ്ഞെടുത്താൽ ജയിക്കുമോ എന്നുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. നിങ്ങൾ റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഒരു മോശം ഫോമിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് റൺസ് നേടാൻ കഴിയുകയില്ല. അത് അത്ര ലളിതമായ കാര്യമാണ്, സെവാഗ് കൂട്ടിച്ചേർത്തു. എന്തായാലും ആ 2011 ലോകകപ്പ് ഫൈനലിൽ ഇരുവരുടെയും വിക്കറ്റ് പോയപ്പോൾ ടെൻഷൻ അടിച്ചതും പിന്നീട് MS ധോണി ആ 6 അടിച്ചപ്പോൾ ആഹ്ലാദിച്ചതുമൊക്കെ എത്ര വേഗമാണല്ലേ കടന്നുപോയത്.